ഹായ് ഓൾ, ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് നമ്മുടെ കോമൺ ഓഫർ അക്സെപ്റ്റൻസ് പോർട്ടൽ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താ ചോദിച്ചു, നമ്മുടെ IIT-കളിലേക്ക് തന്നെ അഡ്മിഷൻ നടക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ കോപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കോമൺ ഓഫർ അക്സെപ്റ്റൻസ് പോർട്ടൽ ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം അഡ്മിഷൻ എടുക്കാൻ ഫണ്ട് നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞ കോമൺ ഓഫർ അക്സെപ്റ്റ് പോർട്ടൽ അപ്പോൾ കോപ്പ് ഈ പറഞ്ഞു വന്ന OAP ഇനിഷ്യേറ്റ് ചെയ്ത 2007 കോമൺ പ്ലാറ്റ്ഫോം ഫോർ അഡ്മിഷൻ ജോബ് ഓഫർ ഫ്രം പാർട്ടിസിപ്പേറ്റിംഗ് പബ്ലിക് സെക്ടർ. അപ്പം ഇവിടെ എല്ലാം കൂടെ, കാരണം ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു, നമ്മളുടെ എല്ലായിടത്തും ഇവിടെ IIT-കളിൽ ഒരാൾ അഡ്മിഷൻ അപ്പുറത്ത് ഒരു, അപ്പോൾ അവിടെയും അഡ്മിഷൻ ഉണ്ടാകേണ്ട, എല്ലാവർക്കും ഒരൊറ്റ പോർട്ടൽ, ഇവനെല്ലാം കൂടെ ഒരൊറ്റ രജിസ്റ്റർ. ആ രജിസ്റ്റർ നമ്പറിന് വേണ്ടിയാണ് ഈ പറയുന്ന കോപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന കോമൺ ഓഫർ അക്സെപ്റ്റൻസ് ആക്കി വെച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ IIT കാൺപൂർ ആണ് 2020 കോപ്പ് 2020 ഈ വർഷം കോപ്പ് IISc ബാംഗ്ലൂർ. അടുത്തത് കോപ്പ് 2020 IIT. മനസ്സിലായിട്ടുണ്ടാവും, കാരണം IIT റൂർക്കിയാണ് ഇത്തവണ ഡൽഹി നടത്തിയത്, ഇത്തവണത്തെ ഗേറ്റ് നടത്തിയത്. അതുകൊണ്ട് നെക്സ്റ്റ് ഇയറിലെ കോപ്പ് 2020 IIT റൂർക്ക്. ഈ പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഗേറ്റ് നടത്തി 2024 ഗേറ്റ് നടത്തി IISc ബാംഗ്ലൂരാണ്. അതുകൊണ്ട് ഈ വർഷത്തെ പോകുന്ന IISc ബാംഗ്ലൂരാണ്. നേരത്തെ അതിനു മുമ്പത്തെ ഈ പറഞ്ഞു വന്ന നടത്തിയത് ആരായിരുന്നു? ഈ പറഞ്ഞ IIT കാൺപൂർ. എല്ലാവർക്കും ക്ലിയർ ആണ്. അടുത്ത IISc ബാംഗ്ലൂർ, IIT ഭിലായി, ഭുവനേശ്വർ, IIT ഈ പറഞ്ഞ പുതിയ IIT-കളെല്ലാം പാലക്കാട് ഉൾപ്പെടെ നമുക്ക് കാണാം. എല്ലാ IIT-കളിലേക്കുമുള്ള IISc ബാംഗ്ലൂരിലേക്കുമുള്ള കോപ്പിൾ അപ്ലൈ ചെയ്തേ പറ്റൂ. കോപ്പ് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? അതേപോലെ നമ്മൾ ഇനിയും പറയുന്നു, കാഡറ്റ് മസ്റ്റ് ബി ഇന്ത്യൻ നാഷണൽ ആയിരിക്കണം, വാൾഡ് ഗേറ്റ് സ്കോർ ഉണ്ടാകണം. ക്ലിയർ അല്ലേ? അത് 2023 ആകാം, കാരണം നമുക്കറിയാം വാലിഡ് ഫോർ 2 or 3 years ആണ്. ശരിയല്ലേ? കോപ്പ് ഈസ് നോട്ട് എ ആപ്ലിക്കേഷൻ പോർട്ടൽ ഫോർ MTech. ആപ്ലിക്കേഷൻ പോർട്ടൽ അല്ല, ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറാനുള്ള ഒരു രജിസ്ട്രേഷൻ നമ്പർ മാത്രം. ഇതിനുശേഷം നമ്മൾ ഇൻഡിവിജ്വലി ഓരോ ഈ പറയുന്ന IIT-കളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. കാൻഡിഡേറ്റ് ഷുഡ് അപ്ലൈ സെപ്പറേറ്റ്ലി ടു ദ റെസ്പെക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ MTech. IIT മദ്രാസിലേക്കാണ് അപ്ലൈ. പക്ഷെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ കോപ്പിലെ രജിസ്ട്രേഷൻ നമ്പറൂടെ കൊടുക്കണം. ഈ ഒരു പേര് വന്നത് മലയാളത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട. അപ്പോൾ അടുത്ത് പറയുന്നത്, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ഫോളോ ദി സെലക്ഷൻ പ്രൊസീജിയർ ആസ് പെർ നോംസ് ആൻഡ് ഗൈഡൻസ് ഓഫ് ദി റെസ്പെക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ശരിയല്ലേ? ഇനി നമ്മൾ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇതിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ നടക്കണം, റീഡ് പ്രൊസീജിയർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടീഷൻ. അതിനുശേഷം നമ്മുടെ വാലിഡ് ഗേറ്റ് ഇത് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ ഇമെയിൽ. നമുക്ക് അഡീഷണൽ ഈ പറഞ്ഞ ഗേറ്റ് സ്കോറുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഇയറിൽ കോപ്പ് 2024 May 13 അക്സെപ്റ്റൻസ് ആൻഡ് ഫ്രീ, റിട്ടേൺ ആൻഡ് വെയിറ്റ്, റിജക്റ്റ് ആൻഡ് വെയിറ്റ്. ഇതെല്ലാം നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത നമ്മൾ സംസാരിക്കും. അതേപോലെ നമ്മൾ വീണ്ടും പറയുന്നു, ഈ പറഞ്ഞ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഫോർ അപ്ലൈ ചെയ്യേണ്ടതും റീറ്റേൺ റൗണ്ട് 6, റൗണ്ട് 7, July 9 വരെയൊക്കെ തന്നെ decisive റൗണ്ട് പോകുന്നുണ്ട്. ശരിയല്ലേ? കാൻഡിഡേറ്റ് വിൽ ഓൺലി അക്സെപ്റ്റ് ഫ്രീ ഓപ്ഷൻ. അപ്പോൾ അവിടെ 2 ഓപ്ഷനുള്ളൂ, അതെല്ലാം കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ദ ഓപ്ഷൻ ഷുഡ് ബി സെലക്ട് ഇഫ് ദ കാൻഡിഡേറ്റ് ഇസ് സബ്ജക്ട്സ് വൺ ഓഫ് ദി അവൈലബിൾ ഓഫർ ഡസ് നോട്ട് ലൈക്ക് ടു റീഡിംഗ് ദ എനി റൗണ്ട് ഓഫ് ദി സബ്. അപ്പം നമ്മൾ ഈ പറഞ്ഞു വരുന്നത് അക്സെപ്റ്റ് ആൻഡ് ഫ്രീസിനെ കുറിച്ചാണ് പറയുന്നത്. കാൻഡിഡേറ്റ് സെലക്ടഡ് ഫോർ നോട്ട് കൺസിഡർ ഇൻ ദ സബ്സിക്വന്റ് റൗണ്ട് അഡ്മിഷൻ ടു എനി ഓഫ് ദി അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആഫ്റ്റർ ക്ലിക്കിംഗ് ദ അക്സെപ്റ്റൻസ് ആൻഡ് ഫ്രീ ഓപ്ഷൻ, കാൻഡിഡേറ്റ് ഷുഡ് ക്ലിക്ക് ദ സബ്മിറ്റ് ബട്ടൺ ടു. ഓക്കെ അല്ലേ? അവൻ എനിക്ക് മതിയായി, ഇനി
ഇല്ല എന്നുള്ളത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകുന്നില്ല. രണ്ടാമത്തെ കേസ് പറയുന്നത് റീട്ടേൺ ആൻഡ് വെയിറ്റ്. ആ റിട്ടേൺ ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി സെലക്ടഡ് ഇഫ് കാൻഡിഡേറ്റ് ഇൻഡിക്കേറ്റ് ദെയർ പാർഷ്യൽ അക്സെപ്റ്റൻസ് വൺ ഓഫ് ദി അവൈലബിൾ ഓഫർ ആൻഡ് കൺസിഡർ അപ്ഗ്രേഡിംഗ് ടു ദ ഹയർ പ്രിഫറൻസിലേക്ക് പോകുന്നത് നമ്മൾ പറയും റിട്ടേൺ ആൻഡ് വെയിറ്റ്. ചൂസ് റിട്ടേൺ ആൻഡ് വെയിറ്റ് ആൻഡ് ഓൺ ദി സെയിം ഓഫർ. However, candidate can choose return and wait on the same offer twice. ഓക്കെ അല്ലേ, 2 പ്രാവശ്യം പറ്റുള്ളൂ. ഇനിയും കാൻഡിഡേറ്റ് ആക്ഷൻ ഫ്ലോ ചാർട്ട് ഫോർ ഓൾ റൗണ്ട് ഓഫ് ഓഫർ. നമ്മൾ പറഞ്ഞു വരുന്ന മോസ്റ്റ് പ്രിഫേർഡ് ഓഫർ ഏതാണെന്ന് നോക്കണം. അതിൽ നിന്ന് 1, 2, 3, 4 ഓഫർ വരുന്നുണ്ട്. സെലക്ട് അക്സെപ്റ്റൻസ് ഓർ ഫ്രീസ്. ആണെങ്കിൽ റിട്ടേൺ ഓർ വെയിറ്റ് ആണ് നോക്കുക. ആണെങ്കിൽ കമ്മിറ്റ് ചെയ്യുക. വിസിറ്റ് കോപ്പ് ഫോർ ദി നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഓഫർ. ക്ലിയർ അല്ലേ? ഇനി അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നേരെ നമുക്കറിയാം സബ്മിറ്റ് ചെയ്യുന്നു. വിസിറ്റ് വെബ്സൈറ്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ അല്ലെങ്കിൽ PSUs നോക്കുക. കംപ്ലീറ്റ് ദ അഡ്മിഷൻ ഫോർ ദി ട്രീറ്റ്മെൻറ്റ്. കൺഗ്രാജുലേഷൻ, അതോടെ പരിപാടി കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി നോ ഓഫർ ചൂസൺ ഫ്രം എബോവ് ഓഫർ ആണെങ്കിൽ സെലക്ട് റിജക്ട് ആൻഡ് വെയിറ്റ്, സബ്മിറ്റ് ചെയ്യുക. ആൻഡ് വിസിറ്റ് കോപ്പ് ഫോർ ദി നെക്സ്റ്റ് ഓഫർ. ഈ ഓഫർ വരുന്ന സമയത്ത് കാൻഡിഡേറ്റ് ഡസ് നോട്ട് സെലക്ട് ഓട്ടോമാറ്റിക്കലി വിസിറ്റ് കോപ്പ് ഫോർ ദി നെക്സ്റ്റ്. ഇങ്ങനെ പൊക്കോട്ടേയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഏകദേശം പിടുത്തം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ നമ്മൾ പറയുന്നു ഈ പറയുന്ന സ്പോട്ട് അഡ്മിഷനിലോട്ട് വരുന്നു. കാൻഡിഡേറ്റ് ആക്ഷൻ ഫോർ ദി ഡിസിസീവ് റൗണ്ട് ഓഫ് ഓഫർ. ഇവിടെ വരുന്നത് മോസ്റ്റ് പ്രിഫേർഡ് ഓഫർ പറയും അക്സെപ്റ്റൻസ് ആൻഡ് ഫ്രീസ്. ഫ്രീസസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്തു. PSUs നോക്കുന്നു, അല്ലെങ്കിൽ നോക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള അവിടുത്തെ പ്രൊസീജിയർ ചെയ്യുന്നു. സ്കോപ്പ് ക്ലോസ് ചെയ്യുന്നു. അല്ല എങ്കിൽ നോ ഓഫർ ചൂസ്, സെലക്ട് റിജക്ട്, സബ്മിറ്റ് ചെയ്യുന്നു. വെയിറ്റ് ഫോർ ദി അഡീഷണൽ സ്പോട്ട് റൗണ്ട്. ഇതും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റ് ഡസ് നോട്ട് അക്സസ് സെലക്ട് ഓട്ടോമാറ്റിക്കലി ഓർ റിജക്ട്, വെയിറ്റ് ഫോർ ദി അഡീഷണൽ റൗണ്ട് ഇഫ് എനി. അപ്പോൾ ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് പോകുന്നത്. ഇനി നമ്മൾ പറയുന്നത് സെൻട്രലൈസ്ഡ് MTech. അതിനെ നമ്മൾ പറയുന്നത് CCMT എന്നാണ്. അത് ഓക്കെ അല്ലേ? CCMTയിൽ നമ്മൾ ഇൻഡിവിജ്വലി പോയി അപ്ലൈ ചെയ്യണമെന്നില്ല. അതിന് ശരിക്കും സെൻട്രലൈസ്ഡ് കൗൺസിൽ ഫോർ MTech എന്ന് പറഞ്ഞ് തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് NITs, IITs, some centrally funded tech, MFTS, gate. Here are key details. Conducting body, one of the NITs. Eligibility valid score ഉണ്ടാകണം. പിന്നെ but not IIT. IIIT ആണ് കേട്ടോ. IIT എന്ന് പറയുന്നത് വേറെയാണ്. ഓക്കെ അല്ലേ? നോട്ട് IITs. IITയിലേക്ക് പോകണമെങ്കിൽ നമുക്കറിയാം കോപ്പുണ്ട്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു വരുന്നു ഗേറ്റ് ക്വാളിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞു വന്ന CCMTയിൽ ആവശ്യമാണ്. പിന്നെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നമ്മുടെ CGP. പിന്നെ കൗൺസിലിംഗ് പ്രോസസ്സ് പറയാം. ന്യൂ രജിസ്ട്രേഷൻ പേ നോൺ റീഫണ്ടബിൾ രജിസ്ട്രേഷൻ. ആഫ്റ്റർ പേയ്മെൻറ്റ് യുവർ അക്കൗണ്ട് വിൽ ബി ആക്ടിവേറ്റഡ് ചോയ്സ് ഫില്ലിംഗ്. ഓക്കെ അല്ലേ? അതിനുശേഷം സീറ്റ് അലോട്ടഡ് ബേസ്ഡ് ഓൺ യുവർ ചോയ്സ് ഫീൽഡ് ആൻഡ് സീറ്റ് അവൈലബിലിറ്റി. CCMT കണ്ടക്ട് മൾട്ടിപ്പിൾ റൗണ്ട് ഓഫ് സീറ്റ്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനിയും പറയാനുള്ളത് എന്താ ചോദിച്ചാൽ ഇഫ് യു ഗെറ്റ് എ സീറ്റ് acceptance without the requirement of time verification. Clear അല്ലേ? ഇതേപോലെ തന്നെ നമ്മൾ പറയുന്നത് ആഫ്റ്റർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കാൻഡിഡേറ്റ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു അവിടെ പോയി അവിടുത്തെ പേ ഒക്കെ ചെയ്യും. ഓക്കെ. അടുത്തത് പറയുന്നത് എന്താ, അത് ഫിസിക്കൽ അപ്പിയറൻസ് തന്നെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അത് മെയിനായിട്ട് വരുന്നത്.